അസ്സലാമലൈക്കും. സുഖം തന്നെയല്ലേ? ഇതൊക്കെ എല്ലാവരും വിശേഷം. കുറേ ദിവസമായിക്കണം വീഡിയോ ചെയ്യാൻ ഈ പറയണ മാതിരി വിരുന്നുകാരും പണിയും കുറച്ച് തുന്നലും അങ്ങനെയൊക്കെ ആയിട്ട് പറ്റിയില്ല. സോറി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയണത് എന്താണെന്നറിയോ, ഓൺലൈൻ അതിൻ്റെ ബാക്കി ഞാൻ പറയാതിരിക്കുകയാണ്. എനിക്കറിയാം പറയാതിരിക്കുകയാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ ഭാര്യേനെ പറ്റി പറയാണ് വന്നിട്ട്. 2 കുട്ടികളുണ്ട്. ഈ പെൺകുട്ടിക്ക് ജോലിയുണ്ട്. പെൺകുട്ടിയെന്ന് ഞാൻ പറയണത് എന്നെക്കായും പ്രായം കമ്മിയാണ് ആ പെണ്ണിന്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ കുട്ടിയായിട്ടോ അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവൾ ചെയ്ത പ്രവൃത്തിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല. കുട്ടിയെന്നും പറയണത് അതുകൊണ്ടാണ്. എന്നെക്കായി ഒരുപാട് പ്രായം കുറവാണ്, അതുകൊണ്ടാണ് കുട്ടിയെന്ന് ഞാനുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അവൾ ചെയ്ത പ്രവൃത്തിക്ക് ഇതല്ല, വേറെ ഒരുപാട് വാക്കുകളോളെ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഭർത്താവിന് സംശയം തുടങ്ങിയെന്ന്. കാരണം ഇവളുടെ പ്രവൃത്തികൾ കണ്ട് ഓഫീസിൽ പോയ സമയത്തിന് വീട്ടിലെത്തൂല, വീട്ടിൽ വന്നാൽ തന്നെ ഫോൺ വിളി, കുട്ടികളെയൊക്കെ എടുത്തിട്ട് അടിക്കൽ, ഇവനോട് ചൂടാകൽ, എന്ത് പറഞ്ഞാലും ഒരു അനുസരണയില്ലാത്ത രൂപത്തിൽ പോക്ക്. അപ്പോൾ പേരെല്ലാവരും എനിക്കറിയാം. ആ ചെക്കൻ പറയുന്നുണ്ട്, ഭർത്താവ് പറയുന്ന സഹോദരൻ 2-3 ആൾക്കാരെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പേരും ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ട് ഇനി ആർക്കും ഒരു മാനക്കേട് വരണ്ട. അവരെങ്ങനെയെങ്കിലും അതിന്ന് പിന്മാറട്ടെ. ആ 2 മക്കൾക്ക് തള്ളയുണ്ടാവട്ടെ, ആ സഹോദരന് ഭാര്യ ഉണ്ടാവട്ടെ. ഒരു കുടുംബം തൊലച്ചുകൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തും ഇപ്പോഴും ഒക്കെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും നമ്മളെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക, നമ്മളെ വിഷമങ്ങൾ നമ്മളെ വീട്ടിൽ വരിക, നമ്മൾ അവരെ വീട്ടിൽ പോവുക, അതൊക്കെ ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളാകുക, ഫ്രണ്ട്ഷിപ്പ് വെക്കുക, അങ്ങനെയൊക്കെ വെക്കും. അല്ലാത്തതിന് പേര് പറയേണ്ടത് ഈ പെണ്ണ് പറഞ്ഞ മാതിരി ഫ്രണ്ട്ഷിപ്പ് എന്നല്ല അതിന് പേര് പറയുക. കാരണം അതിന് വേറെ എന്തൊക്കെയാണ് പേര് പറയുക. അപ്പോൾ ഈ 2-3-4 മാസങ്ങളായിട്ട് ഇവിടെ പ്രവൃത്തിയിൽ മാറ്റം തുടങ്ങി. എങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാലും അത് നമ്മളെ കുടുംബത്തിലുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അതും എൻ്റെ ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സഹോദരൻ വന്ന് പറയുന്ന ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ 3-4 മാസമായിട്ട് അവൾക്ക് ജോലി ഉള്ളതാണ്, ജോലിക്ക് പോണതാണ്. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ രാത്രി ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴത്തേന് വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ 8 മണി 9 മണി ഇങ്ങനെയൊക്കെ എത്തുക. ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ വർക്ക് ഉണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തള്ളി നിൽക്കും. പിന്നെ ഒരു കൂട്ടുകാരിയുണ്ട്, കൂട്ടുകാരുടെ പേരും പറയുന്നുണ്ട്, അതും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോകണം. ഓൺലൈനിലൂടെയാണ്, ഞങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടിയാണ്. ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല, സംശയം തീർക്കാം, അവളും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓൺലൈനിലൂടെ വർക്ക് തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ കൂട്ടുകാരി എന്ത് ചെയ്തിരിക്കണു, ഇവൾക്ക് വേണ്ടി സൗകര്യമായി ഒരു റൂം ഒരുക്കി കൊടുത്തിരിക്കണു. ആ റൂമിൻ്റെ അകത്തുനിന്ന് ഒരു കട്ടിലല്ലാത്ത എല്ലാ സാമഗ്രികളും ആ റൂമിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തുകൊണ്ട്, നല്ല ആത്മാർത്ഥ കൂട്ടുകാരി കേട്ടോ. ഈ കട്ടിൽ മാത്രമാക്കിയിട്ട് ജനലിനൊക്കെ കർട്ടൻ ഇട്ടുകൊണ്ട് ഇവളുടെ സൗകര്യത്തിന് ഒരു റൂം അവിടെ ആക്കി കൊടുത്തിരിക്കണം. അപ്പോൾ കുറേ ദിവസം അങ്ങനെ തുടർന്നപ്പം ഈ സംശയമുണ്ട് ഭർത്താവിനെന്ന് പറഞ്ഞാൽ. എന്നാലും ഇവൾ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ അടുത്ത് എനിക്ക് 2-3 ദിവസം അവിടെ താമസിച്ച് വർക്ക് ചെയ്യണം, ജോലി ഒരുപാട് കൂടുതലാണ്, അപ്പോൾ അത് കാരണം ഓൺലൈനിൽ കൂടെ ചെയ്ത് തീർക്കണമെങ്കിൽ അവളെ വീട്ടിൽ പോയിരുന്ന പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് എനിക്കും അവൾക്കും കൂടെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിന്ന്. അവിടെ ചെന്നപ്പോൾ ഇവൻ ഇതിൻ്റെ പുറകിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഇവൾ ഒറ്റയ്ക്കൊരു റൂമിലാണ്, ഇവരെല്ലാം വേറെ റൂമിലാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് ഇവൻ തിരിച്ചു വന്നു. ഇവൻ അവിടെ വെച്ച് ഒന്നും പറയാൻ പോയില്ലാന്ന് തിരിച്ചു വന്നു. പിന്നെ അവൾ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ വീട്ടിലും അതേമാതിരി രാത്രി ഇവൻ ജോലി വിട്ട് വന്നാലും റൂമിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് വളരെ കുറച്ച് ആഹാരങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാക്കുള്ളൂ, അല്ലാത്തല്ല കടയിൽ നിന്ന് പാർസൽ കൊണ്ടുവരും, കുട്ടികൾക്ക് അത് കൊടുക്കും. കുട്ടികൾ കരയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പിടിച്ച് നല്ല അടിക്കും. ഇവനോടും ഇതില്ലാതെ പിന്നെ ഇവൾ ലാസ്റ്റ് പറഞ്ഞ് ഞാനൊരു റൂമിൽ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, നിങ്ങളും മക്കളും കൂടി ആ റൂമിൽ കിടന്നോളാൻ പറഞ്ഞ് ഇവൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും തോന്നുമല്ലോ, അതെന്താ അത്ര നാൾ ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് ഇപ്പം ഇങ്ങനെ പറയണമെന്ന്. അങ്ങനെ ഈ കട്ടിൽ 2 ദിവസം അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് 3-ാമത്തെ ദിവസം ഇവൻ കുട്ടികൾക്ക് താഴെ കിടന്നിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് കട്ടിലെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ റൂമിൽ കയറി കട്ടിലെടുത്തിട്ട് ഇവനും കുട്ടികളും കിടക്കുന്ന റൂമിൽ കൊണ്ടുവന്ന് ആ കട്ടിലിട്ടുന്നു. ആ കട്ടിലിടുന്ന സമയത്ത്
വാങ്ങുന്നതിന് മുമ്പായിട്ട് ഇവൾ പുൽപ്പായ കൊണ്ട് ഡോറിൻ്റെ ഹോളുകൾ മൊത്തം അടച്ചിരുന്നു എന്ന് പറയണം. കാണാതെ വെളിയിൽ നിന്ന് വന്ന് എത്തി നോക്കിയാലും അകത്തേക്ക് കാണാൻ പറ്റാത്ത മാതിരി ഡോറിനില്ല ഹോളുകളെല്ലാം അടച്ചിരുന്നു. അപ്പോൾ ഇവന് സംശയം കൂടിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം താഴെ കടന്നിട്ട് കുട്ടികൾക്കും എനിക്ക് 3 കൂടെ ഞങ്ങൾക്ക് കട്ടിൽ കടന്നാൽ പറ്റണില്ല, അപ്പോൾ എനിക്ക് താഴെ കടക്കാനാണ് പുല്ലുവായി കൊണ്ടാന്ന് പറഞ്ഞിട്ട് ആ പായ് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് ഇവന് രാത്രി 12-1 മണിയായിട്ട് വന്ന് ഇതിൻ്റെ ഹോളിൽ കൂടെ നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത രൂപത്തിലുള്ള കാഴ്ചകൾ. മറ്റാരുമല്ല, ഇവളൊറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞവൻ. കാലുമല പാകസറ അയച്ചിരിക്കണു, മാല അയച്ചിരിക്കണു, വള അയച്ചിരിക്കണു, ഒന്നും ഇല്ല ശരീരത്ത്. അങ്ങനെയുള്ളൊരു ഇതിലാണ് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയണം. അപ്പോൾ അതിനവിടെ ഒരു പേരും പറയുന്നുണ്ട്. ആ പേരും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ആ പേരും പറയുന്നില്ല, കാരണം എന്നെക്കൊണ്ട് പറ്റിയ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് പോയി ചാടുമ്പോൾ കുഞ്ഞുമക്കളെ, ഏത് ഫ്രണ്ട്ഷിപ്പിനും നമ്മൾ ആത്മാർത്ഥ ഫ്രണ്ട്സ് അല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പിന് 6 മാസത്തെ വാല്യൂവേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. കാരണം ഓൺലൈനിൽ കൂടെ കണ്ടും ലാസ്റ്റ് ഈ ഭർത്താവ് വഴക്ക് കൂടിയപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, മലപ്പുറത്തുള്ളൊരു ചെറുക്കൻ തിരുവനന്തപുരത്തുണ്ട്, അവൻ്റെ അടുത്തേക്ക് പോയി. ഇപ്പോൾ ആ കുട്ടികളും ഭർത്താവും മാത്രമാണ് ആ വീട്ടിൽ. അങ്ങനെയാണ് ഇവൻ ഓൺലൈനിലൂടെ ഇത് പുറത്ത് വെളിയിൽ വിട്ടിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിലാണ് ഇവൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. യൂട്യൂബ് ചാനലിനല്ല, വേറെ ഏതൊരു മീഡിയക്ക് വേണ്ടിയിട്ടാണ്. ഒരു പെൺകുട്ടിയാണ് അവൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കൂട്ടോ കുടുംബവും എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ചു കൊടുത്താൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഭർത്താവും 2 മക്കളും അവരെ വിട്ട് നിങ്ങളെ താൽക്കാലിക സുഖത്തിന് വേണ്ടി കുറച്ച് പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ നിങ്ങളെ കരിവേപ്പില പോലെ എടുത്ത് അവർ വെളിയിൽ എറിയും. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നെയും നമുക്ക് പറയാം. പക്ഷേ ഇത് ഈ 10-30 വയസ്സ് അതിന് മേലുള്ള 10-35 വയസ്സുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ലോകം അറിയണില്ല. ഇവരൊക്കെ യൂട്യൂബ് നടത്തുന്നുണ്ട്, ഈ യൂട്യൂബിൽ കാണുന്നുണ്ട്, ഇത്തരം എണ്ണത്തിന് എങ്ങനെ കൊണ്ടേക്കുന്നു അങ്ങനെ കൊണ്ടേക്കുന്നു എന്ന് പറയുന്നത്. ഇവരൊന്നത് ആരും അറിയുന്നില്ലേ. നമ്മൾ പറയണത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വാക്ക് കേട്ട് ഒരാളെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളെ കുടുംബത്തിനെയും നിങ്ങളെ മക്കളെയും വിട്ട് പോകുന്ന നിങ്ങൾക്ക് 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. എവൻ്റെ കൂടെ പോയാലും അത്രയുള്ള ഗ്യാരണ്ടിയെ നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. അതാലോചിച്ചിട്ട് സ്വന്തം മക്കളെയും ഭർത്താവിനെയും കുടുംബത്തിനെയും എല്ലാം കരിവാരി തേച്ച് നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നത് നിങ്ങളെ മരണത്തേക്കിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ നാശത്തിലേക്കാണെന്ന് തീരുമാനിച്ചുറച്ചിട്ട് നിങ്ങൾ പോയാൽ. അതേമാതിരി ഫ്രണ്ട്ഷിപ്പ് 10, 50, 55 വയസ്സായ സ്ത്രീകൾ ഓൺലൈനിലൂടെ ഫ്രണ്ട്ഷിപ്പ് വെക്കുക. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ അർത്ഥം എന്താണെന്നറിയാത്ത ഫ്രണ്ട്ഷിപ്പാണ് വെക്കുന്നത്. ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ദുഃഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും പറയുക. ആ ഫ്രണ്ട്സിന് ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വരിക, നമ്മളും നമ്മളെ ഭർത്താവും ഭാര്യമാരുമായിട്ട് കുട്ടികളായിട്ട് അവരെ വീട്ടിൽ പോകുക. അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പെട്ടതാണ്. പക്ഷെ അല്ലാത്ത ചില ഫ്രണ്ട്ഷിപ്പുകളും കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ നാശത്തിന് വേണ്ടിയാണ് എന്ന് മാത്രമേ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. കാരണം നമുക്കതിനെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ചെറിയ കുട്ടികളൊന്നുമല്ല, അവർ നല്ല പ്രായപൂർത്തിയും അവർക്ക് അവരെക്കാൾ വലിയ മക്കളുമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടം. സ്ത്രീകൾക്ക് തന്നെയായിരിക്കും നഷ്ടം. പുരുഷന്മാർക്ക് ഒരു കാലത്തും എവിടെയും നഷ്ടം വന്നതായിട്ട് ചരിത്രം തന്നെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഭർത്താക്കന്മാർ വല്ല ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതേമാതിരി ഈ സ്ത്രീകളുടെ പ്രവൃത്തി കൊണ്ടും ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ അങ്ങനെ അതെനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അത് കാരണം ഒരുപാട് പക്ഷേ സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ കാണുന്ന ഓൺലൈനിലൂടെ പ്രേമിച്ച് കുട്ടിയും ഭർത്താവിനെയും കുടുംബത്തിനെയൊക്കെ ഒഴിവാക്കി പോയി 6 മാസം കഴിയുമ്പോൾ വല്ല ഓടയിലോ ചാലിലോ അല്ലെങ്കിൽ 6 മുളം കയറിലൊക്കെ ഒതുങ്ങണത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. 6 മാസത്തെ ഗ്യാരണ്ടി ഉള്ളത് വേണോ അതോ ജീവിതകാലം മുഴുവനുള്ള ഗ്യാരണ്ടി ഉള്ളത് വേണോ എന്ന് ചിന്തിച്ചിട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ നിൽക്കാൻ. ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആവാൻ നമ്മളെ ഒരു സഹോദരനെ പോലെ, ആത്മാർത്ഥമായൊരു സഹോദരനെ പോലെ നമുക്ക് സ്നേഹിക്കുക, പറയുക. നമ്മളെ സങ്കടങ്ങളും കൂടെയൊക്കെ നമ്മൾ ഭർത്താവും നമ്മളെ മക്കളുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന മാതിരിയുള്ള സംസാരങ്ങളും മതി. അല്ലാതെ ഒറ്റയ്ക്കുള്ള സംസാരമോ ഫോൺ വിളിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 9 മിനിറ്റായി ഇപ്പം തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ
ക്ഷമിക്കണം. കാരണം ഇങ്ങനെ ഓൺലൈനിലൂടെ അങ്ങനെ പലതും കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്, ദേഷ്യം കൊണ്ടല്ല. ആരെങ്കിലും ഒരാളെങ്കിലും ഇന്ന് പിന്തിരിയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഉപദേശം ഇന്നത്തെ കാലത്ത് ആർക്കും ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം, ആയുസ്സോടെ ഉണ്ടെങ്കിൽ.